അത്രയേ ഉള്ളൂ. അല്ല, ഇനിയിപ്പം അങ്ങയുടെ ഒരു രാഷ്ട്രീയ ആകാശത്ത് പുതിയതായി തെളിയുന്ന നക്ഷത്രങ്ങൾ ആരെങ്കിലും ഉണ്ടോ അങ്ങോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിൽ? വി ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഏത് നക്ഷത്രം വേണം, അതെങ്ങനെ വേണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ മതി. എന്റെ ചോദ്യം അതല്ല, ഏതെങ്കിലും നക്ഷത്രം കൈപ്പിടിയിൽ ഒതുങ്ങിയോ എന്നാണ്. അപ്പോൾ അതിന് കൃത്യമായ പ്രപ്പോസൽ ഇല്ല അതത്ര പെട്ടെന്ന് ഒതുങ്ങില്ല. കാരണം നമ്മൾ വളരെ സ്ട്രോങ് പ്രപ്പോസലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം കേരളത്തിലെ ഒരു പാർട്ടിയെ ഒരു ദേശീയ പാർട്ടിയാക്കി ഒരു അലയൻസിലേക്കോ അല്ലെങ്കിൽ ഒരു ധാരണയിലേക്കോ പോകണമെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടണം, DMK പ്രവർത്തകർക്ക് കിട്ടണം എന്നത് അതിലൊരു വലിയ വിഷയമാണല്ലോ. കാരണം നമ്മൾ വലിയൊരു ബാധ്യതയാണ് നാഷണൽ പാർട്ടിയുമായി ഉള്ളൊരു ധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ആ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കിട്ടുന്ന ഗുണം കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിലെ DMK പ്രവർത്തകർക്കും കിട്ടണല്ലോ. ആ നിലക്ക് നമ്മൾ കൃത്യമായ പ്രപ്പോസൽസ് കൊടുത്തിട്ടുണ്ട്. അത് അത്ര സോഫ്റ്റ് ആയിട്ടുള്ള പ്രപ്പോസലല്ല, കുറച്ച് ഹാർഡാണ്. അപ്പോൾ അവർക്ക് തന്നെ മുകളിൽ ഡിസ്കഷൻ നടത്തേണ്ടി വരും. അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതാണ് മോസ്റ്റ് ബെനിഫിഷ്യറായിട്ട് ജനങ്ങൾക്ക് അനുകൂലമായി, കേരളത്തിലെ ജനങ്ങൾക്ക് അനുകൂലമായി വരുന്ന ആ ഒരു ധാരണ ഞങ്ങൾ ഉണ്ടാക്കും. അതുണ്ടായില്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് DMKയെ നമ്മൾ രജിസ്റ്റർ ചെയ്തെടുത്തുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ നിറഞ്ഞു നിന്നുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്, ഈ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് മുന്നിൽ നിന്ന് ഞങ്ങൾ നയിക്കും. അതാണ് തീരുമാനം. ഇടയിൽ പ്രചരിക്കുന്ന ഒരു വാർത്ത, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു അമിതമായ ബന്ധം കൊണ്ട് താങ്കളുടെ DMKയിലേക്കുള്ള വരവ് അദ്ദേഹത്തിനെ അത്ര സന്തോഷിപ്പിച്ചിട്ടില്ല എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അല്ല, അതിന് ചെറിയ വസ്തുതയുണ്ട് SK. ഞാനതൊന്ന് വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണല്ലോ ഈ ഇടതുപക്ഷത്തുനിന്ന് പുറത്തേക്ക് എന്നെ തള്ളിവിട്ടത്. നമ്മളൊരിക്കലും ഒരു പ്രതീക്ഷിക്കുന്ന ഘട്ടമല്ല. നമ്മൾ പാർട്ടി CPMനെ സംബന്ധിച്ച് താഴേക്കിടയിലുള്ള പ്രശ്നങ്ങൾ, സഖാക്കൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, പോലീസിൻ്റെ വളരെ ഏകാധിപത്യമായ പ്രവണത, ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഏകാധിപത്യം, ഇതുകൊണ്ട് പൊതുപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് CPM പ്രവർത്തകർക്കുണ്ടാകുന്ന ലോക്കൽ ലീഡർഷിപ്പിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് പരിഹരിക്കണം. അതിന് മുഖ്യ കാരണം പോലീസാണ്. ആ പോലീസിനെ നയിക്കുന്നത് ADGP അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുമാണ്. ഇതിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ പോരാട്ടം തുടങ്ങുന്നത്. ആ പോരാട്ടത്തിന്റെ ഒരു ഭാഗമായി ആർക്കു വേണ്ടി ഞാൻ സംസാരിച്ചോ ആ പാർട്ടി തന്നെയാണ് എന്നെ പുറത്തേക്ക് വിടുന്നത്. ആ ഒരു ഘട്ടത്തിൽ പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള വഴി തേടണം, എൻ്റെ ആശയത്തോട് യോജിക്കുന്ന ആളെ യോജിപ്പിച്ച് നിർത്തണം. അങ്ങനെയാണ് നമ്മളൊരു സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി ഇടപെടാൻ കഴിയുന്ന ചിലപ്പോൾ BJP ആൻറ്റി RSS ഒരു പാർട്ടി എന്ന നിലക്ക് ഒരു സ്ട്രോങ് സെക്യുലർ ലീഡറാണ് സ്റ്റാലിൻ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. മാത്രമല്ല, ഏകദേശം 25 ലക്ഷത്തോളം മലയാളികൾ തമിഴ്നാട്ടിലുണ്ട്. അവരുടെ വിഷയങ്ങളിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും. മുല്ലപ്പെരിയാർ വിഷയം അത് ഇപ്പോഴും വലിയൊരു ഇഷ്യൂ ആയി നിൽക്കുകയാണ്. DMK പോലെയുള്ള ഒരു പാർട്ടി കേരളത്തിൽ കൂടി ശക്തി പ്രാപിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ കൂടി ആവശ്യങ്ങൾ പരിഗണിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് DMKയുമായി നമ്മൾ സംസാരിക്കുന്നത്. അത് ഒന്നാം ഘട്ടത്തിൽ വളരെ ഫ്രൂട്ട്ഫുള്ളായി മുന്നോട്ട് പോയിരുന്നു. ആ ഒന്നാം ഘട്ട ചർച്ച കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടാൻ തുടങ്ങി, ഇതിന് പല തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ തടസ്സങ്ങളെ ഞങ്ങൾ മറികടന്ന് മുന്നോട്ട് വരികയായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അതിനിടയ്ക്കാണ് പെട്ടെന്ന് നമ്മുടെ സിനിമാ നടൻ്റെ പുതിയ പാർട്ടി അവിടെ പ്രഖ്യാപനം നടക്കുന്നു. ആ പാർട്ടിയും AIADMKയുമായി ചർച്ചകൾ നടക്കുന്നു. അവരൊരു അലയൻസിലേക്ക് പോകുന്നു. വിജയ് അതിന് നേതൃത്വം നൽകുന്നു. അതോടൊപ്പം ഉണ്ടായ മറ്റൊരു പ്രശ്നം, SK ശരിക്കും ആ പൊളിറ്റിക്സ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നന്നായിരിക്കും. കേരളത്തിലെ രാഷ്ട്രീയത്തെ പോലെയല്ല തമിഴ്നാട്ടിലെ രാഷ്ട്രീയം. അവിടെ കോയലീഷൻ ഗവൺമെന്റ് DMK വന്നാലും AIADMK വന്നാലും ഘടകകക്ഷികൾ ആരെയും മന്ത്രിമാരാക്കാറില്ല. ഇപ്പോഴും DMK മന്ത്രിസഭയിൽ നിരവധി ഘടകകക്ഷികളുണ്ടെങ്കിലും വേറൊരാൾക്ക് മന്ത്രിസ്ഥാനമില്ല. അപ്പോൾ പുതിയ പ്രപ്പോസൽ DMK പൊളിക്കാൻ വിജയും AIADMKയും കൂടി എടുത്തിരിക്കുന്ന തീരുമാനം വരാൻ പോകുന്ന 26 ഇലക്ഷനിൽ ഈ കോയിലീഷനിൽ വരാൻ പോകുന്ന എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം കൊടുക്കും അക്കോർഡിംഗ് ടു ദെയർ കപ്പാസിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഇപ്പോൾ നിലവിൽ DMK-യുടെ കൂടെ ഭരണത്തിലുള്ള DMK അലയൻസിലുള്ള ചില പാർട്ടികളെ കൂടി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ അലയൻസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഇവർക്ക് DMK ഗവൺമെൻറ് നല്ല ത്രെട്ടുണ്ട്, സ്റ്റാലിന് പേഴ്സണലായിട്ട് പൊളിറ്റിക്കലി ത്രെട്ടുണ്ട്. അപ്പോൾ അവസാനമായി കഴിഞ്ഞ 4-ാം തീയതിയിലെ മീറ്റിങ്ങിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് തമിഴ്നാട്ടിലെ 12 സീറ്റിൽ CPM-ന് 10,000 തൊട്ട് 15,000 വരെ വോട്ടുകളുണ്ട്. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് DMK-ക്ക് വളരെ ക്രൂഷ്യലാണ്. പിണറായി വിജയൻ ഇങ്ങനെ ഒരു ശക്തമായ സ്റ്റാൻഡ് എടുക്കുമ്പോൾ DMK-യും ഞങ്ങളും തമ്മിൽ ധാരണയായി കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലെ CPM ഈ പിണറായിയുടെ ഇടപെടലിന്റെ ഭാഗമായി സീരിയസ് ആയി എടുത്ത് നാളെ മുന്നണി വിടുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ എക്സിസ്റ്റൻസിന് പ്രശ്നമാണ്. അതവരിപ്പോൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്ക് ഇനി അത് വെയിറ്റ് ചെയ്യാൻ ഉള്ള സമയമില്ല, കാരണം അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചുരുക്കത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരിക്കലും ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു അലയൻസിന് വേണ്ടിയിട്ട് നമ്മൾ തേടിയിട്ടില്ല. നമ്മൾ ആൻറ്റി ഫാസിസ്റ്റ് പാർട്ടിയെ, ആൻറ്റി RSS പാർട്ടിയെ, ആൻറ്റി BJP എന്ന നിലപാടിൽ ശക്തമായ നിലപാടെടുത്തൊരു നേതാവ് നിലക്കായിരുന്നു സ്റ്റാലിനെ കണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പോൾ തൃണമൂലടക്കം ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലും ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത് ശ്രീ പിണറായി വിജയനാണ്. അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കല്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പൊളിറ്റിക്സ് മാറി വന്നാൽ ആൻറ്റി ഫാസിസ്റ്റ്, ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഞങ്ങൾക്ക് യോജിക്കേണ്ടി വന്നാൽ പോരാട്ടം ഒന്നുകൂടി കേരളത്തിൽ ശക്തമാകും. അതിൻ്റെ ഗുണമോ ദോഷമോ അത് ഞാനിപ്പോൾ പറയുന്നില്ല. അത് അനുഭവിക്കാൻ ഞങ്ങളും വിധേയരായിരിക്കും, അവരും വിധേയരായിരിക്കും.